ഹലോ, എല്ലാവർക്കും ലിംസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് കോളിഫ്ലവർ ഫ്രൈ ആണ്. അതിനായിട്ട് ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ വേവിച്ചെടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുക്കാം. 3/4 ഭാഗം വെന്താൽ മതിയാകും. വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവറിലോട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യമായി കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വീതം ടൊമാറ്റോ സോസും അതുപോലെ തന്നെ സോയ സോസും ചേർത്ത് കൊടുക്കണം. അവസാനമായി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരമണിക്കൂറെങ്കിലും റെസ്റ്റിന് വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി കോളിഫ്ലവർ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കണ്ടില്ലേ, നല്ലപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് കോരി മാറ്റി വയ്ക്കാം. എല്ലാം നമുക്ക് ഇനി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കണ്ടില്ലേ, കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. തട്ടുകടയിൽ നിന്നൊക്കെ ലഭിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.